മാടായി കോളേജിലെ ബന്ധു നിയമന വിവാദത്തിൽ എം.കെ. രാഘവൻ എം.പിയുടെ കണ്ണൂർ കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. എം.കെ. രാഘവനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിച്ച പ്രവർത്തകർ എം.പിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. മാടായി കോളേജിൽ എം.കെ. ധനേഷിന് നിയമനം നൽകില്ലെന്ന DCCയുടെ ഉറപ്പ് പാഴായി. എം.കെ. രാഘവൻ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ അപമാനിച്ചെന്ന് കുഞ്ഞിമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി KV സതീഷ് പറഞ്ഞു. വിശദാംശങ്ങളുമായി അഭിലാഷ്, മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ ഇപ്പോൾ കണ്ണൂർ DCCക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ ഈ പ്രവർത്തകരുടെ പ്രതിഷേധം കാണുന്നത്. എം.പിയുടെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെ കണ്ടു. ഇന്ന് എം.കെ. രാഘവൻ വൈകാരികമായൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കണ്ടതാണ്. പക്ഷേ എങ്കിലും പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെയാണല്ലേ? വിനീത, മാടായി കോളേജിലെ ബന്ധു നിയമന വിവാദത്തിൽ ഇന്ന് വൈകാരികമായും അതോടൊപ്പം തന്നെ സാങ്കേതികയിൽ ഊന്നിക്കൊണ്ടാണ് എം.കെ. രാഘവൻ MP മറുപടി നൽകിയത്. ഇതിൽ പ്രധാനമായും ഈ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നുള്ള സംവരണം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ PSC നോംസ്, സുപ്രീം കോടതിയുടെ നോംസ് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു എം.കെ. രാഘവൻ ഇതിന് പ്രധാനമായും മറുപടി നൽകിയത്. അതായത് ഈ നോംസ് പ്രകാരം ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് അതിലേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഇടപെടലിന് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് എം.കെ. രാഘവൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റുള്ള നിയമനങ്ങളിലും യോഗ്യത അനുസരിച്ച് തന്നെയാണ് നിയമനം നടത്തിയത് എന്നുള്ള ഒരു ന്യായീകരണം കൂടിയാണ് ഇന്ന് എം.കെ. രാഘവനിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. അതേസമയത്ത് വൈകാരികമായി തന്നെ എം.കെ. രാഘവൻ ഇതിനോട് പ്രതികരിക്കുന്നു. കാരണം കോൺഗ്രസ് പ്രവർത്തകർ തൻ്റെ കോലം കത്തിച്ചത് എന്നുള്ളത് തന്നെ കത്തിക്കുന്നതിന് സമാനമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. തൻ്റെ കൈകൾ ശുദ്ധമാണ്, തന്നെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ എം.കെ. രാഘവൻ്റെ മറുപടിയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രതിഷേധം കടുപ്പിക്കുക കൂടിയാണ് ഇന്ന് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം ഏത് തരത്തിലാണോ എം.കെ. രാഘവൻ്റെതിരെയുള്ള പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കൽ നടത്തിയത്, അതിന് സമാനമായുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിലനിൽക്കുന്ന കുഞ്ഞിമംഗലത്തെ തറവാട്ട് വീട്ടിന് മുന്നിലേക്കും ഇന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. അവിടെയും നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്തതിന് സമാനമായി തന്നെ ഈ കോലത്തിൽ ചവിട്ടുകയും അതോടൊപ്പം തന്നെ തീ കൊളുത്തുകയും ചെയ്തു. അതിനുശേഷം അവർ പറയുകയും ചെയ്യുന്നത് എം.കെ. രാഘവൻ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു. അതോടൊപ്പം തന്നെ DCC അടക്കം KPCC അടക്കമുള്ള നേതൃത്വമടക്കം തങ്ങളുടെ വികാരങ്ങളെ പരിഗണിച്ചില്ല, തങ്ങളെ വഞ്ചിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് പിന്നിൽ ഈ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നേതൃത്വത്തിലുള്ള ആളുകളൊന്നും തങ്ങൾക്ക് പിന്നിലില്ല എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെക്കാൻ. ശരി, തന്റെ കോലം കത്തിക്കുന്നതിൽ ഉൾപ്പെടെ ഇന്ന് എം.കെ. രാഘവൻ വൈകാരികമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ നിയമന വിവാദത്തിൽ എം.കെ. രാഘവനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ.